ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ കാശ്മീർ ദിനങ്ങളിത് അവസാനിക്കാറായി. ഇന്നത്തെ ഒരു രാത്രിയും നാളത്തെ ഒരു പകലും മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ റൂമിൽ റെസ്റ്റ് എടുക്കാനൊന്നുമില്ല. ഈ തണുപ്പത്ത് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് കാശ്മീരിലെ വില്ലേജ് ലൈഫ് പിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ശ്രീനഗറിലാണ് കേട്ടോ. ശ്രീനഗറിലെ ഉൾഭാഗങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങാനൊക്കെയുള്ള ഒരു പ്ലാനിങ്ങാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ മാലിക്കാണ്. മാലിക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാശ്മീരിയാണ്. അപ്പോൾ ആൾ നമ്മളിവിടെ വന്നിട്ട് നല്ല ഫ്രണ്ട്ലി ആയി ആൾ നമ്മളായിട്ട്. അപ്പോൾ എന്നെയും അച്ഛനെയും വണ്ടിയിൽ കയറ്റി നമ്മൾ ഈ ആഗ്രഹമൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കറങ്ങിയാണ്. കാശ്മീരിലെ ടൗണുകളൊക്കെ നമ്മൾ ഈ കാണുന്നത്. ഇനി നമ്മൾ ഉൾഭാഗങ്ങളിലേക്ക് കൂടെയൊക്കെ പോവും. അപ്പോൾ നമ്മുടെ മാലിക്കിൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ വീടൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഹോം സ്റ്റേ ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ഇതിൽ കാണാൻ കഴിയും. കുറച്ച് ദൂരം ഓടിയപ്പോൾ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. ചായ കുടിക്കാൻ നല്ലൊരു അടിപൊളി നമ്മളെ നാട്ടിലത്തെ ഒരു ചായക്കട സ്റ്റൈലുള്ളൊരു കടയിൽ കയറി. ഇവിടെ വന്നപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. സംഭവം കറണ്ട് പോയിക്കണം. ഇവിടെ കാശ്മീരിൽ എപ്പോഴും ഉള്ളൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 14-15 മണിക്കൂർ കറണ്ട് ഉണ്ടാവില്ല. കുറച്ച് നേരം കറണ്ട് ഉണ്ടാവുള്ളൂ. ചായയൊക്കെ കിട്ടി അടിപൊളി ചായ ആയിരുന്നു, രക്ഷയില്ല. കാശ്മീരി കുങ്കുമൊക്കെ ഇട്ടുള്ള ഒരു അടിപൊളി ചായ ആയിരുന്നു. ചിക്കൻ ചിക്കൻ എങ്ങനെയുണ്ട്? ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ടാ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതാണ് മാലിക്കിൻ്റെ കസിൻ്റെ ഹോട്ടൽ. റൂംസ് കാര്യങ്ങളൊക്കെ ടൂറിസ്റ്റുകൾക്കൊക്കെ നല്ല താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതാണ് എൻ്റെ കസിൻ ബ്രദർ. ये गेट नंबर 21, टोटल 28 गेट है ना. ये वेरी 1 किलोमीटर 1 गेट या. ഈ ദാൽഗേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 28 കിലോമീറ്റർ ചുറ്റളവിലാണ്. ദാൽ ലേക്കിന്റെ നൈറ്റ് വൈബ് ആട്ടത്. ഇവിടൊക്കെ ഇരുട്ടാണ്. ദാൽ ലേക്കിന്റെ മെയിൻ ഹാഷ്ടാഗ് ഇവിടെ ഉണ്ട്, ദാൽ ലേക്ക്. ഇവിടെ വരൊക്കെ ഫോട്ടോ എടുത്ത് ഒതുക്കുകയാണ്. കാശ്മീരികളുടെ വീട്ടിലേക്ക് വന്നില്ല കേട്ടോ. ഹോം സ്റ്റേ. കാശ്മീരികളുടെ വീട് കാണിച്ചു തരാം. വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കളിക്കാനൊക്കെയുള്ള ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. ഇതാ വീട് കേട്ടോ. ഇത് ഗസ്റ്റുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സ്ഥലമാണ്. വീട് ഒക്കെ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ വീട് പോലെ തന്നെയാണ്. പക്ഷെ മുൻവശം ചെറിയൊരു സിറ്റ് ഔട്ട് കുറച്ചുകൂടെ ഉള്ളിലായിരിക്കും ഇവിടുത്തെ സൗകര്യങ്ങൾ വിചാരിക്കാം. ഇതാണ് ഫ്രണ്ട് സൈഡ് കേട്ടോ. ശരിക്കും നേരത്തെ ഞാൻ കാണിച്ചത് ബാക്ക് സൈഡാണ്. സിറ്റ് ഔട്ട് ജസ്റ്റ് ഇവർ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് കയറാൻ വേണ്ടി സ്റ്റെപ്പാണ്. സോഫ നല്ല ട്രഡീഷണൽ സോഫയാണ്. വാൾനട്ട് സോഫ. Design like walnut. Yeah. No, it is made up of walnut wood. Walnut wood. വാൾനട്ടിന്റെ മരം കൊണ്ടാട്ടോ ഇത് ഉണ്ടാക്കിയുള്ളത്. ഡൈനിങ് ഏരിയ ഇട്ടത്. 4 ടേബിളൊക്കെ ഉണ്ട് അവിടെ.
അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് ദിവസമാണ്, 6ാമത്തെ ദിവസമാണ് കാശ്മീരിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കാശ്മീരിലെ ഗ്രാമങ്ങളിലൂടെയാണ്. ഗ്രാമങ്ങളുടെ വില്ലേജ് ലൈഫ്, അവിടുത്തെ വീടുകളിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുക, അവരെ പരിചയപ്പെടുക, അവരുടെ ലൈഫ് പരിചയപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് നമുക്കെന്നുള്ളത്. അപ്പോൾ നമ്മൾ അഷറഫ് ഭായ് ഉണ്ട്. അഷറഫ് ഭായ് ആദ്യം സൗദിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ബദർഹുഡ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മളിന്ന് കയറി ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. बदरपुर जामिया मस्जिद, मस्जिद का नाम क्या है अशरफ भाई? അംബിയ മസ്ജിദ്. അംബിയ മസ്ജിദാണ്. അവർ ഖബർസ്ഥാനം കൂടെ കാണുന്നുണ്ട്, പൊതുജനങ്ങളെ ഖബറടക്കുന്ന സ്ഥലം. നമ്മൾ ഇതിന്റെ താഴേക്ക് പോവുകയാണ്. നാട്ടിലത്തെ പോലത്തെ ചെറിയ കടകളൊക്കെ ഇവിടെ ഉണ്ട്. ചില സംഭവങ്ങളൊക്കെ നമ്മുടെ നാട് പോലെ തന്നെ ഉണ്ട് അവിടെ. ये काश्मीर स्पेशल ट्री है ना, चिनार, കാശ്മീർ ചിനാർ. ഇതുവരെ ഇപ്പോൾ തണുപ്പ് വരുന്നത് കൊണ്ട് തന്നെ മരങ്ങളൊക്കെ ശേഖരിച്ച് വെക്കട്ടെ, വിറകുകളൊക്കെ വീടിൻ്റെ ഉള്ളിൽ ശേഖരിച്ച് വെക്കണം. നല്ല തണുപ്പ് കൂടി കഴിഞ്ഞാൽ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചൂട് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒക്കെ ഫുള്ള് വീടുകളാണ്. കാശ്മീരിൽ ഇതുപോലെ ദർഗകളൊക്കെ ഇഷ്ടം പോലെ കേട്ടോ, ഇഷ്ടംപോലെ ദർഗയാണ്. ഇതൊരു ദർഗയാണ്, പേരൊന്നും കറക്റ്റ് അറിയില്ല. നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് വന്നില്ലാണ്. എൻ്റെ കുടുംബക്കാരൻ തന്നെയാണ്, അവരുടെ വീടാണ്. പക്ഷെ അവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ട് കേട്ടോ. വീടൊക്കെ വൃത്തിയാക്കി നിൽക്കുകയാണ്, കാർപ്പറ്റൊക്കെ പുറത്തിട്ട്. അപ്പൊ നമ്മള് കാശ്മീരികളുടെ വീട് സന്ദർശിക്കാൻ വന്നിട്ടുള്ളതാണ്. നമ്മുടെ അഷറഫ് ഭായ് കുടുംബക്കാരുടെ വീടാണ്, കസിൻബ്രദറിന്റെ വീടാണ്. നോർമൽ വീടാണ്, വലിയ ആർഭാടൊന്നുമില്ല. അങ്ങനെ ഭയങ്കര തണുപ്പാട്ടെ, കാർപ്പറ്റൊക്കെ ഒരുപാട് ഭയങ്കര തണുപ്പാണ്. നല്ല തണുപ്പാണ് ഇവിടെ. വന്നവർക്ക് പുതപ്പൊക്കെ ഉണ്ട് കേട്ടോ. വെരി കൂളിയാ. ഇത് നമ്മളെ ഡാനിഷാണ്. ഡാനിഷ് പഠിച്ചുകൊണ്ടിരിക്കുക. ഡാനിഷിനെ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഒരുപാട് പ്രായമുള്ള ആളായിരിക്കുന്നു. പക്ഷെ ആൾക്കാകെ 19 വയസ്സായിട്ടുള്ളൂ. ഓൺലി 19 ഇയർ ഓൾഡ്. അവൻ പഠിക്കുന്ന സംഭവങ്ങളാണ്. കെമിസ്ട്രി, ബയോളജി. പഠിക്കുന്ന ബുക്കുകളൊക്കെ ഇട്ടത്. ബർഫ് വീണ അഭി ബർഫ് का टाइम है ना? ബർഫ് का टाइम ആണ്. ബർഫ് എന്ന് വെച്ചാൽ ഐസ് വീഴുന്ന സ്ഥലമാണ്. ഇവിടെ ഒരുപാട്. കിतना गिरेगा बर्फ इधर? कितना? ഓക്കെ ഓക്കെ. ചൂടുവെള്ളമുള്ള സാമഗ്രികൾ ഇങ്ങനെയാണ് ഇവർ ഇരിക്കുന്നോർത്ത് വെച്ചിട്ട്. ഇത് നമ്മൾ ചൂട് പിടിക്കുന്ന സാധനമാണ് കേട്ടോ. തണുപ്പ് കാലത്ത് ചൂട് പിടിക്കുന്ന സാധനമാണ്. നമ്മളെ പുതപ്പിന്റെ അടിയിൽ നമ്മുടെ കാലിന്റെ 2 കാലിന്റെ ഇടയിലാക്കി വെക്കുക. എന്നിട്ട് മൂടി ഇരിക്കാനാണ് അവർ പറയുന്നത്. ചൂട് ഓട്ടോമാറ്റിക്കായിട്ടുള്ളത്. തണുക്കാത്ത ഒരു ലൈഫ് ഇങ്ങനെ. ഞാൻ പക്കൊരു കാശ്മീരി മാറി കേട്ടോ. ഈ ഡ്രസ്സൊക്കെ തന്നു. കാശ്മീരി ഡ്രസ് का नाम क्या है? फेरन. काश्मीरी फेरन. കാശ്മീരി പെഹറൻ. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഡ്രസ്സിന്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 3000 rupees. No, 5000 rupees. 5000 rupees. കാശ്മീരികളുടെ സ്പെഷ്യൽ എത്തിയിട്ടുണ്ട് നമ്മളെ വരവേൽക്കാനായി. ഇതിന്റെ ഉള്ളില് നമ്മളെ ചൂടുള്ള സാധനം എപ്പോഴും ഇരിക്കണം കേട്ടോ. ചൂടുള്ള സാധനം. പിന്നെ എന്നെ ഒരു അടിപൊളിയായിട്ടാണ് സ്വീകരിച്ചുള്ളത്. കാശ്മീർ ഡ്രസ്സ് ഇട്ട് ചൂട് പിടിക്കണ തന്നു, പുതപ്പ് തന്നു. ഇതൊക്കെ അവരുടെ ചായ കാര്യങ്ങള്. നല്ലൊരു ഫർഷ ഒരു വിരിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു ഫർഷ അതികളെ സ്വീകരിക്കാൻ വേണ്ടി. മിൽക്ക് ടീ വിത്ത് സ്ട്രോങ് പച്ചതുണ്ട്.
In Kashmiri, we call this Lepton chai. In Kashmiri. Kashmiri specialty, നമ്മളെ ഡാനിഷിന്റെ സിസ്റ്റർ ഷിനു ഷബ്ന എന്നാ പേര്. ഷബ്ന ഇവിടെ ലഞ്ചൊക്കെ റെഡിയാക്കി, പക്ഷെ ലഞ്ച് നമ്മള് കഴിക്കുന്നില്ല കേട്ടാ. ദാൽ ദാൽ റൈസ് ഉച്ചക്കുള്ള ഫുഡ് റെഡി കേട്ടോ. ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചുള്ളതാണ്. നമ്മുടെ പഴയകാല അടപ്പ് പോലത്തെ സംഭവം കേട്ടത്. കാശ്മീരികളുടെ പഴയകാല കിച്ചണാണിത്. ഇവിടെ റൊട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടപ്പിന്റെ സിസ്റ്റം ക്ലോസ് ചെയ്ത് വെച്ചുള്ളതാണ്. ഒരു വീട് ഇപ്പൊ പുതിയത് ഉണ്ടാക്കി വരുന്നുള്ളൂ, പണി കഴിഞ്ഞിട്ടില്ല. ബട്ട് വെരി എക്സ്പെൻസീവ് ഫോർ മേക്കിംഗ് ദ ഹോം. ഇതൊരു റൂമാണ്, കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ അയക്കുന്നത്. ഇതാണ് ഇവരുടെ വിറക് പുരട്ട. വിന്ററായ സ്പെഷ്യൽ ഇവർ കരുതുന്ന സാധനം. ഇത് ഓൾറെഡി ഡ്രൈ ആക്കി വെച്ചുള്ളതാണ്. നമ്മുടെ നാട്ടിലത്തെ വിറക് പുരയാണത്. ഇത് കണ്ട് നമുക്ക് ആടാൻ തോന്നുന്നു. ആടല്ല കേട്ടോ, ഷീപ്പാണ്. ഷീപ്പ് ബീറ്റ്. ഇതിന്റെ ഇറച്ചിയാണ് ഇവിടെ കൂടുതൽ ഉണ്ടാവുക. ഇപ്പൊ നമ്മളെ അഷ്റഫിന്റെ വീട്ടിലേക്കാ പോകുന്നത്. തുംബർഹമ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അഷ്റഫ് ഭായ് കേഫൽ ഹാൽ. നമ്മള് ഇപ്പൊ അറബ് മാത്രമേ സംസാരിക്കുള്ളൂ. ഓൺലി ടോക്കിംഗ് അറബി. യു ലൈക്ക് അറബി? കേഫാലക് വേർ വാലിൻ انت بيت ها كيف بس شوي يشربوا شوي اكل لازم. ايوه لازم اكل exploring. I want to see your family عائله. ايوه لازم نشوف كل شيء في اكل وفي اكل. ايوه تمام كل شيء ما في زوجه. يلا امشي حبيبي شكرا. ഇത് ഇവരുടെ ജനാസ നിസ്കരിക്കുന്ന സ്ഥലാട്ടോ. നമ്മളെ മയ്യത്ത് നിസ്കാരം ഇവര് മരിച്ചു കഴിഞ്ഞാല് മയ്യത്ത് ഈ ഗ്രൗണ്ടിലേക്ക് കൊടുത്തിട്ട് ഇവിടെ നിന്നാണ് നിസ്കരിക്കല് ഇവര് എല്ലാരും. മാഷാ അല്ലാഹ്, നമ്മളെ അഷ്റഫ് ഭായിയുടെ വീടാട്ടോ ഈ കാണുന്നത്. വല്ലാഹി കോയിസ് യാ ഹബീബി. അസ്സലാമു വറഹ്മത്തുള്ളാഹി. कैसे आप? नाम क्या? ഇതാണ് നമ്മളെ അഷ്റഫ് ഭായിയുടെ വീട് ട്ടോ. വെരി നൈസ് ലുക്ക്. 12 റൂമുണ്ട് അതില്. പുറത്ത് കാണുമ്പോൾ ചെറിയൊരു വീടാണെങ്കിലും 12 റൂമുണ്ടെന്നാ പറഞ്ഞത്. ഓക്കെ, നമ്മളെ വെൽക്കം ചെയ്തിരിക്കുന്ന സ്ഥലം. റെഡിയാക്കി ഇവർ കൊടുക്കുന്നുണ്ട്. എനിക്ക് ജസ്റ്റ് ടേസ്റ്റ് നോക്കാനാണ്. പനീരും വൈറ്റ് റൈസും ആണ്. ഇവര് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ. അതുകൊണ്ട് തന്നെ പാത്രമൊക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഇരുന്ന് ഇവിടെ തന്നെ കൈ കഴുകാനുള്ള സംഭവം ഉണ്ട്. വാട്ട് ഈസ് ദിസ്? ആപ്പിൾ സബ്ജി. ചുടുവെള്ളമാട്ടെ നമുക്ക് കൈ കഴുകാൻ കൊടുക്കുന്നുള്ളവര്. ഇത് ആപ്പിളേറ്റ് ഉണ്ടാക്കിയ സാധനമാണ്. ഇത് ആപ്പിളേറ്റ് ഉണ്ടാക്കിയ കറി കേട്ടോ. ആപ്പിളേറ്റ് ഉണ്ടാക്കിയ കറിയാണ്. ഞാൻ ഓൾറെഡി എടുത്ത് കുറച്ചും കൂടി വയ്ക്കുകയാണ്. ഒരു രക്ഷയില്ല, ഞാൻ കഴിച്ചു നോക്കിയതാണ്. പൊട്ടാട്ടായിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഉണ്ടാക്കിയുള്ളത്. വെരി ടേസ്റ്റ്. കാശ്മീരികളുടെ വീട് മെയിനായിട്ട് മരം കൊണ്ടാണ് കേട്ടോ കൂടുതലും പണിയിപ്പിക്കുക. ഇത് ഏകദേശം നമ്മളെ പൊന്നാനിലൊക്കെ ഉള്ള പുരാതന വീടുകളൊക്കെ ഉണ്ടല്ലോ, അതേ ഒരു ലുക്കൊക്കെയാണ് കിട്ടിയത്. ഇതാണ് നമ്മളുടെ കിച്ചന്. കൂൾ ഡ്രിങ്ക്സ് ഒരു കൊടുക്കുന്നു കേട്ടോ, പക്ഷെ ഞാൻ ചായ മതി എന്ന് പറഞ്ഞാണ്. തണുപ്പായത് തന്നെ നല്ലൊരു ബ്ലാക്ക് ടീ ഒരു കൊടുത്തിട്ടുണ്ട്. കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണാനും വാങ്ങാനും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് കാശ്മീർ ഷോൾ. അതിന് അവർ പറയുന്നത് കാശ്മീന ഷോൾ എന്നാണ്. കാശ്മീരിന്റെ ഷോളിന്റെ സ്പെഷ്യൽ നെയിം. അത് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാട്ടോ നമ്മൾ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട്.
കാർപ്പറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടും പിന്നെ വലിപ്പത്തിനനുസരിച്ചിട്ടും മാക്സിമം ഒരു 10 മാസം വേണ്ടി വരുന്നതാണ് ഒരു പറയുന്നത് ഒരു കാർപ്പറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിന്റെ ലൈഫ് 200-300 വർഷം ആ റേഞ്ചിൽ കിട്ടുന്ന ഒരു പറയുന്നത്. അത്രയും ഒറിജിനൽ സാധനമാണ് കാശ്മീരിൽ ഉണ്ടാക്കുന്ന കാർപ്പറ്റ്. അവിടെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടോ ഏകദേശം 2 മീറ്റർ ഉണ്ട്. ആർക്കെങ്കിലും ഒറിജിനൽ ഷാള് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഈ ഷോപ്പിലേക്ക് വരാം. കാശ്മീർ ഗ്രാൻഡ് ബസാർ പക്ക ഒറിജിനൽ ഷോപ്പ്. അകത്ത് റഷ് ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തെ ഒരു വൈബിലാട്ടിരിക്കുന്നത് അല്ലേ. ഔട്ട്സൈഡ് വെരി പീസ്ഫുൾ. അങ്ങനെ കാശ്മീർ വില്ലേജ് ലൈഫ് കഴിയുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. കാശ്മീരിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് കാശ്മീരിൽ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ മിനിമം ഒരു മാസമെങ്കിലും വേണം എന്നുള്ളതാണ്. ഇവിടെ 2-3 സീസണാണുള്ളത്. ആ സീസൺ എല്ലാം വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇനിയും തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് നമ്മളിവിടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നാളെ യാത്ര തിരിക്കും നാട്ടിലേക്ക്. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളൊരു സ്പെഷ്യൽ ഹോട്ടലിലാണെന്ന് വന്നിട്ടുള്ളത് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട്. ശ്രീനഗറിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാകും. എൻ്റെ ഹിന്ദിയും എൻ്റെ ഇംഗ്ലീഷൊന്നും വലിയ ഫ്ലുവൻ്റ് ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം കൂടി നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.